നമസ്കാരം. കർക്കിടകം. പ്രകൃതിയും മനുഷ്യ ശരീരവും ഒരേപോലെ തന്നെ അസന്തുലിതമാകുന്ന ഒരു കാലം. അന്തരീക്ഷത്തിലെ അധികമായ ബാഷ്പവും അതേപോലെ തന്നെ കുറഞ്ഞ താപനിലയും ശരീരത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഈ കാലത്ത് ദഹനശക്തി കുറയുന്നതുകൊണ്ട് ദഹനക്കേടും അന്തരീക്ഷത്തിലെ ഈർപ്പം അതിയായി ഉണ്ടാകുന്നതുകൊണ്ട് നീർക്കെട്ടുകളും കുറഞ്ഞ താപനില കൊണ്ട് ശരീരത്തിൽ പല തരത്തിലുള്ള വേദനയും അതേപോലെ തന്നെ പ്രതിരോധശേഷി വളരെയധികം കുറയുന്നതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പല അലർജി രോഗങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തെ വീണ്ടെടുക്കുക അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൽ പ്രധാനമായും നമ്മളുടെ ഭക്ഷണ രീതികളിൽ ഉണ്ടാക്കേണ്ടതും അതേപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമുക്ക് പ്രധാനമായും ചിന്തിക്കേണ്ടത്. അതിൽ ഒന്നാമത് ഭക്ഷണ രീതികൾ. വളരെ ലഘുവായതും എന്നാൽ വളരെ വേഗം ദഹിക്കാൻ സഹായിക്കുന്നതും ചൂടുള്ളതുമായിട്ടുള്ള ആഹാര രീതികളാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്. രണ്ടാമതായി വെള്ളം. എപ്പോഴും ചൂടുവെള്ളം തന്നെ ഈ കാലഘട്ടത്തിൽ കുടിക്കാൻ ശ്രമിക്കുക. അതിൽ തന്നെ ചുക്കിന്റെ അളവ് കൂട്ടിയും കൊത്തമല്ലിയുടെ അളവ് കുറച്ചും ഇത് രണ്ടും ചേർത്തിട്ടുള്ള ചൂടുവെള്ളം ഈ കാലഘട്ടത്തിൽ കുടിക്കാൻ വളരെ നല്ലതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള കുരുമുളക്, ജീരകം, അതേപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ആഹാര സാധനങ്ങളും അല്ലെങ്കിൽ സൂപ്പും ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന സൂപ്പും ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ വളരെ ലഘുവായിട്ടുള്ള വ്യായാമവും മിതമായിട്ടുള്ള വിശ്രമവും ആവശ്യത്തിനുള്ള ഉറക്കവും ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അതേപോലെ തന്നെ ആയുർവേദ ചികിത്സാ രീതികളായിട്ടുള്ള അഭ്യംഗം, ശരീരത്തിൽ മെഴുക്കിടൽ, അതൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ സ്വീകരിക്കണം. അതിൽ ഏത് എണ്ണയാണ് ആ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ചേരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ എണ്ണ ശരീരത്തിൽ തേക്കുന്നതും അങ്ങനെ മെഴുക്കിട്ട് അതിന് പുറമെ ആ ശരീരത്തിന് യോജിച്ച കിഴികളും അതിനുശേഷം വസ്തിപ്രയോഗങ്ങളും അതായത് മെഡിക്കേറ്റഡ് എനിമ പോലുള്ള വസ്തിപ്രയോഗങ്ങളും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ പലതരത്തിലുള്ള വേദനകളെയും അതിലൂടെ ശരീരത്തിനും ഇന്ദ്രിയത്തിനും മനസ്സിനും ഒരേപോലെ തന്നെ ഉണർവ് നൽകുന്നതിനും സഹായിക്കുന്നു.